കോഴിക്കോട് മാങ്കാവ് പാലത്തിൽ നിന്ന് ഒരാൾ പുഴയിലേക്ക് ചാടി. ഇയാളെ കണ്ടെത്താൻ വേണ്ടി ഫയർഫോഴ്സ് തെരച്ചിൽ തുടരുകയാണ്. അനീസലി വിവരങ്ങളുമായി ചേരുന്നു. അനീസൽ, എപ്പോഴാണ് സംഭവം? അജിംസ്, രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ മാങ്കാവ് പാലത്തിൽ നിന്ന് ഈ കാണുന്ന പുഴയിലേക്കാണ് ഒരാൾ ചാടിയത്. ഇവിടെ എന്തായാലും അദ്ദേഹം സ്വയം ചാടിയതാണ് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു വലിയ കൈവരിയുണ്ട്, അത് കഴിഞ്ഞൊരാൾ അബദ്ധത്തിൽ അങ്ങോട്ട് വീഴുമെന്ന് വിചാരിക്കുന്നില്ല. എന്തായാലും 9 മണിയോട് കൂടി ഈ സ്കൂളിലേക്ക് പോകുന്ന 2 വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ആളെ കാണുന്നത്. ഈ പ്രദേശവാസിയാണോ മറ്റെവിടെയെങ്കിലുമുള്ള ആളാണോ എന്നൊന്നും വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വിദ്യാർത്ഥികൾ പോയതിനു ശേഷം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആണ് ഫയർഫോഴ്സ് എത്തിയത്. ഈ സമയത്ത് തന്നെ ഇദ്ദേഹം ചാടിയ സമയത്ത് തന്നെ താഴെ തോണിയിൽ ഒരാൾ മീൻ പിടിക്കുന്ന ആള് തോണിയുമായി ഇവിടെ എത്തി. ഒരു അരമണിക്കൂറോളം നേരം തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പിന്നീട് ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി. ഇപ്പോൾ 2 മണിക്കൂർ തെരച്ചിൽ പിന്നിടുന്നു. ഏതായാലും ഈ പുഴ ഇപ്പോൾ പുറമേക്ക് ശാന്തമാണെങ്കിലും ശക്തമായ അടിയൊഴുക്കുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ചളിയുള്ളതാണ്. ഈ കണ്ടൽക്കാട് ഇങ്ങനെ മൂടിക്കിടക്കുന്ന പ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മാങ്കാവ്. ഈ പ്രദേശം കണ്ടൽക്കാടിൽ ഉള്ളത് കൊണ്ട് തന്നെ അടിയിൽ വേരുകൾ ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു പരിമിതിയുള്ളത്, ഇദ്ദേഹത്തെ കണ്ടവരാരും നിലവിൽ ഇവിടെ ഇല്ല എന്നാണ്. 2 സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമാണ് കണ്ടത്. നിങ്ങൾക്ക് എപ്പോഴാണ് എത്തിയത്? എത്തിയിട്ടുള്ളൂ. ഇവിടെ എങ്ങനെ മുമ്പുണ്ടാവും? ഇവിടുത്തെ ആളാണോ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടെ ഒരാള് ചാടിയിരുന്നു. അത് ഇതേപോലെ ചാടിയത് തന്നെയാണ്. ചാടി തന്നെ. അദ്ദേഹത്തെ പിന്നീട് കണ്ടെത്തിയോ? കണ്ടെത്തി. എങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു? ആള് സ്പോട്ടിൽ മൃതദേഹമാണ് കിട്ടിയത്. 1 മാസം മുമ്പാണ് ഈ സംഭവം. ഒരു മാസം ഇല്ലല്ലേ? ഇപ്പം നമ്മുടെ വർഷാപ്പിലെ ചെക്കൻ മരിച്ചിട്ട് ഒരു മാസമായി. 2 മാസമായി. 2 മാസമായി. ഇപ്പോ ഈ ഒരു നേരത്തെ മരിച്ച ആള് അല്ലെ? ഇപ്പൊ ഈ ഒരു പുഴയുടെ ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും ഒരാള് ചാടിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. ചളിയാണ് കൂടുതൽ ചളിയാണ് അതിൽ കുടുങ്ങി പോയിട്ടുണ്ടാവും. എന്തായാലും വലിയ തരത്തിൽ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് അജിംസ്. പക്ഷെ പുരോഗതി ഒന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. 2 മണിക്കൂറാവുന്നു. അതായത് 9 മണിയോടെ സ്കൂളിൽ പോകുന്ന 2 വിദ്യാർത്ഥികളാണ് ഇയാൾ ചാടുന്നത് കണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുരുഷനാണ് എന്നതല്ലാത്ത മറ്റു വിവരങ്ങളൊന്നുമില്ല. പ്രായമോ അല്ലെങ്കിൽ ഏത് പ്രദേശവാസിയാണോ മറ്റു കാര്യങ്ങളൊന്നും നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് അതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ആളാണോ? അല്ല, വിവരം അറിഞ്ഞിട്ട് വന്നതാണ്. പോകുമ്പോ ഏതായാലും ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഈ കൂടി നിൽക്കുന്ന അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകളെ പോലീസ്